ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിജയ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെയും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ദൈവം നമുക്ക് ഒരു വർഷക്കാലം, ഇതിപ്പം 25-ൻ്റെ ലാസ്റ്റ് ദിവസങ്ങളിലടുത്തിരിക്കുകയാണ്. എത്ര പ്രയാസങ്ങളിൽ നിന്നും എന്തെല്ലാം സംഭവിക്കാവുന്ന അവസ്ഥയിൽ നിന്നും ദൈവം നമ്മളെ കാത്തു പരിപാലിച്ചതിന് ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു. പ്രീസമ്മനെ ഞാൻ ഇവിടെ എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാവിധമായ ഹാപ്പി ന്യൂ ഇയറും പറയുന്നു. പ്രീസമ്മോനേ ഉള്ളൂ. എല്ലാവരും ഒരുമിച്ച് കിട്ടാൻ പ്രയാസം അറിയിച്ചാനൊന്നും വന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടും പറയുന്നത്. ഹാപ്പി ന്യൂ ഇയർ പറയുമ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അഡ്വാൻസ് അങ്ങ് തന്നേക്കുക കേട്ടോ. കാരണം 1-ാം തീയതി വീഡിയോ ഇടത്തിൽ എല്ലാവരും ബിസിയൊക്കെ ആയിരിക്കുമല്ലോ. അതുകൊണ്ട് നാളെ 31 ദൈവം ഇത്രത്തോളം കാത്തു പരിപാലിച്ച് രോഗങ്ങളിൽ നിന്നും എന്തെല്ലാം അവസ്ഥകളിൽ നിന്നും നമ്മളെ ദൈവം വഴി നടത്തി. അപ്പം ഇന്നത്തെ വീഡിയോ കാണുക. ഇന്നത്തെ വീഡിയോയിലും കുരങ്ങന്മാരുണ്ട്. സെയിം മനുഷ്യരുടെ കൂട്ടാണ് ഈ കുരങ്ങന്മാർ. പഴമൊക്കെ ആണെങ്കിൽ പൊളിച്ച് തിന്നുന്ന എല്ലാം ചൊറിയുന്നതൊക്കെ അതായത് സെയിം നമ്മൾ പണ്ട് പറയുമായിരുന്നു നമ്മൾ കുരങ്ങനിൽ നിന്നുണ്ടായതാണ്. പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ അതിൻ്റെയൊക്കെ ലോജിക്ക് എന്തുവാന്ന് എല്ലാവർക്കും അറിയാമല്ലേ. ഹിസ്റ്ററിയാ. പ്രീസമോൻ ഇപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുക. ഇംഗ്ലീഷ് കഴിഞ്ഞു, മാത്സ് കഴിഞ്ഞു. ഇനി നാളെ ഹിന്ദി. പെട്ടെന്ന് നടത്തി. എന്നാൽ ഈ ന്യൂ ഇയർ കഴിഞ്ഞിട്ടായിരുന്നെങ്കിൽ പിള്ളേർക്ക് ഒരിത്തിരി പഠിക്കാനൊക്കെ സമയം കിട്ടിയനായിരുന്നു. ആരാ പറഞ്ഞേ? ക്ലാസ് എല്ലാവരും പറയുന്ന 2020 ബസ്സിലോ 2026 വേൾഡ് തീരാൻ പോവാന്ന്. തീരാറാവും അവനെ. അങ്ങനെയുള്ള സംഭവങ്ങളല്ലേ നടക്കുന്നത്. അപ്പം നാളെ 31-ന് ഞങ്ങൾക്ക് ചർച്ചിൽ ഓൺലൈൻ പ്രെയർ ഉണ്ടല്ലോ. അതിപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വെച്ചാണ് നടത്തുന്നത്. അപ്പം അതിനുള്ള ഒരുക്കങ്ങൾ ഞാൻ ഇച്ചിരി ബിസി ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. അപ്പം സവാള ചറുക്കം മുറുക്കൻ അരിയുന്ന കണ്ടെണ്ണേ മനസ്സിലായി കാണുമല്ലേ, പാസ്ത ആയിരിക്കുമെന്ന്. അപ്പോൾ ഇന്ന് പാസ്ത ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് പച്ചക്കറികളൊന്നുമില്ല, 2 സവാള മാത്രമേ ഉള്ളൂ. കാരണം പച്ചക്കറികൾ ഇരിപ്പുണ്ടായിരുന്നു. എനിക്ക് തലേന്ന് ഞാൻ അരിഞ്ഞു വെച്ചില്ല. രാവിലെ അതും അരിഞ്ഞുകൊണ്ടിരിക്കാൻ ഇത്തിരി സമയം എടുക്കാൻ, അത് പൊടിയായിട്ട് കുഞ്ഞതായിട്ടൊക്കെ അരിയണ്ടേ. അതുകൊണ്ട് ഞാൻ ചിന്തിച്ചെന്നാൽ സവാള മാത്രം ഇട്ടങ്ങ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ കുക്കർ വെച്ച് അതിലേക്ക് ഓയിലൊഴിച്ച് സവാള ഇട്ടൊന്ന്. ഈ സവാള മാത്രമാണെങ്കിലും നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പം സവാള അരിയുമ്പം ഒത്തിരി അങ്ങ് പൊടിയായിട്ട് അരിയാതെ ഒരു ഇച്ചിരി പീസായിട്ട് ഇങ്ങനെ അരിയുവാണെങ്കിൽ അതൊന്നും നല്ല ഇങ്ങനെ എണ്ണയിലിട്ട് നന്നായിട്ട് അതൊന്ന് വാടിയതിന് ശേഷം ഞാനിതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് മൂപ്പിച്ചെടുക്കട്ടെ. ഞാൻ ഇന്നാളി നിങ്ങളടുത്ത് പറഞ്ഞില്ലേ, പ്രൈസമോൻ്റെ ക്ലാസ്സിൽ ഒരു കൊച്ച് ഫുഡ് ഇങ്ങനെ കൊണ്ടുവരാറില്ല. അവന് ഈ പ്രൈസം കൊണ്ട് ചെല്ലുന്ന ഫുഡ് അവന് ഭയങ്കര ഇഷ്ടമാണ്. അവനിങ്ങനെ ക്ലാസ്സിൽ ഇങ്ങനെ നടക്കുന്നു. അപ്പോൾ എനിക്ക് കമൻറ്റും വന്ന ചേച്ചി, ചില പിള്ളേരങ്ങനെ ഒരു കമൻറ്റ് വന്നായിരുന്നു, ചേച്ചി എൻ്റെ മോളുടെ ക്ലാസ്സിൽ ഇതുപോലൊരു കൊച്ചുണ്ടായിരുന്നു, തിരക്കുവാണേ ആ കൊച്ച് അമ്മയപ്പനൊന്നും ഇല്ലാത്ത കുഞ്ഞായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഈ കൊച്ചിന് വേണ്ടി എന്നും ഈ പുള്ളിക്കാർ ടിഫിൻ കൊടുത്തു വിടുമായിരുന്നു. പിന്നെ അത് പഠിച്ച് പിന്നെ എവിടെ പോയതെന്നോ ഒരു അറിവുമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ എന്തോ ഒരു പ്രശ്നത്തിന് റീച്ചാൻ ഇങ്ങനെ അവരുടെ ക്ലാസ് ടീച്ചറുമായിട്ട് സംസാരിച്ചോണ്ടേ ഈ കൊച്ചൻ ക്ലാസ്സിൽ നല്ല മസ്തിയുമാണ്. മീൻസ് ഭയങ്കര പ്രശ്നമാണ് എല്ലാ പിള്ളേരുമായിട്ടും. എന്തിനാ വിളിച്ചോണ്ടേ ഈ കൊച്ചിൻ്റെ കാര്യം പറഞ്ഞോണ്ടേ ടീച്ചർ പറഞ്ഞു, അവൻ്റെ അമ്മയും ജോലിക്ക് പോകുന്നയാ, അവൻ്റെ പപ്പായും 2 പേരൻസ് രണ്ടും ജോലിക്ക് പോവും. പിന്നെ ദാദി, അതായത് ഹസ്ബൻഡിന് അവൻ്റെ പപ്പാടെ അമ്മയാണ് നോക്കുന്നത്. അപ്പോൾ അവരെ എത്രമാത്രം കെയർ ചെയ്യുമോ പിള്ളേർ അനുസരിക്കുമെന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഇവർ കൊച്ചിനൊന്നീ വല്ല വേഫറോ അങ്ങനെ മീൻസ് ചിപ്സോ അങ്ങനെയുള്ള എന്തെങ്കിലും ചില സമയത്ത് കൊടുത്തു വിടും. എന്നിട്ട് അവരങ്ങ് ജോലിക്ക് പോവും. നമ്മളൊക്കെ ആണെങ്കിൽ അങ്ങനെ അവർക്കൊക്കെ അതൊക്കെ ഒരു പരിചയമായി അങ്ങ് പിള്ളേർക്ക്. നമ്മൾ ചിന്തിക്കുമോ നമ്മുടെ കുഞ്ഞിനൊന്നും കൊടുത്തു വിട്ടില്ലെന്ന് പറയുന്നത് നമുക്ക് ടെൻഷനല്ലേ.
പക്ഷെ അങ്ങനെ ഉണ്ട്. ഞാനും ചിന്തിച്ച് എന്താ കൊച്ചിനിങ്ങനെ കൊണ്ടുവരാത്തേന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്. അവരങ്ങ് ജോലിക്ക് പോകുന്നുണ്ടേ. അപ്പോൾ അവരും ടിഫിൻ കൊണ്ടുപോകത്തില്ലയോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ചിലപ്പം അറിയത്തില്ല എന്തുവാ എൻ്റെ ക്ലാസ് ടീച്ചർ ഇങ്ങനെ പറഞ്ഞത്. പക്ഷെ അവൻ്റെ ഈ കൊച്ചൻ ഇവൻ മസാല ഇഡലിയൊക്കെ കൊണ്ടുപോകുമ്പോൾ ഞാൻ ഇവന് ഇഷ്ടമാണെന്ന് പറഞ്ഞ് എക്സ്ട്രാ ഞാനൊരു ടിഫിനിലൊക്കെ ഇട്ട് കൊടുത്ത് വിടും. അന്നേരം ആ കൊച്ച് കഴിക്കുകയും ചെയ്യും. ചിലപ്പം കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ടേ. ചില ദിവസങ്ങളിൽ ഒരു ദിവസം വൈറ്റ് പാസ്ത കൊണ്ടുവന്നെന്ന് പറഞ്ഞ് അങ്ങനെ ചുരുക്കം ചില ദിവസങ്ങളിൽ ടിഫിൻ കൊണ്ടുവരും. അല്ലെങ്കിൽ ഇങ്ങനെ ഈ 10 രൂപയുടെ ലേസ് കുർക്കുറെ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ കൊണ്ടുവരും. പിന്നെ അല്ലെങ്കിൽ ഇങ്ങനെ കൊണ്ടുവരാതെ ഇരിക്കും. ഞാൻ രാവിലത്തെയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി വെക്കാനായിട്ട് വെണ്ടയ്ക്കൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തായിരുന്നു. സവാളയും തക്കാളി ഒന്ന് വഴറ്റി കറിവേപ്പിലയൊക്കെ ഇട്ടതിന് ശേഷം ഇന്ന് ഇച്ചിരി കറിവേപ്പിലയും കടുകൊക്കെ ഇട്ട് പൊട്ടിച്ചതിന് ശേഷം മിക്കവാറും ഞാനങ്ങനെ പൊട്ടിക്കാറില്ല കടുക്. അങ്ങനെ ഡയറക്റ്റ് അങ്ങ് ഇട്ട് കൊടുക്കുക ചെയ്തത്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ടിട്ട് വെണ്ടയ്ക്ക ഇട്ട് കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് അതവിടെ കിടക്കട്ടെ. അപ്പോൾ ഈ ഇളക്കുന്ന സ്പാച്ചിലുണ്ടല്ലോ എൻ്റെ കയ്യിൽ കുറേ ഉണ്ട്. ഞാനെല്ലാം എടുത്ത് കവറിലാക്കി കൊട്ടയ്ക്കകത്തിട്ട് വെച്ചേക്കുക. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം എന്തോ തപ്പാൻ ചെന്നുണ്ടെങ്കിൽ ഇത് കണ്ട്. ഇതുപോലുള്ള നല്ലൊരെണ്ണം ഉണ്ടായിരുന്നു എനിക്ക് വലുത്. അപ്പോൾ അത് ഒരു ദിവസം ഞാനിങ്ങനെ ഗ്യാസിൻ്റെ അവിടെ വെച്ച് അങ്ങ് ഉരുകിപ്പോയി അതിൻ്റെ തണ്ട്. അപ്പം പിന്നെ ഇത് ചെറുതാണ്. അപ്പോൾ അന്ന് ഞാനും റീച്ചാനോടെ പോകണേ മാർക്കറ്റിൽ പോകണേ ഈ ദുതി അതായത് ചൊരയ്ക്ക അതൊരെണ്ണം വാങ്ങിച്ച് ഞാൻ ചിന്തിച്ച് അതും പരിപ്പും ഇട്ടിട്ട് കറി വയ്ക്കാമെന്ന്. ചൊരയ്ക്ക പിഞ്ചും കൊണ്ടേ പോയി ചൂലും കൊണ്ട് പണ്ടൊരു കളി ഉണ്ടായിരുന്നല്ലോ നമ്മുടെ കുഞ്ഞിലെ. ഇതിൽ ചൊരയ്ക്കയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇച്ചിരി ഉപ്പും മഞ്ഞളും ഇട്ട് നമുക്കിതൊന്ന് വേവിക്കാം. ഈ ചൊരയ്ക്ക നല്ല അയൺ കണ്ടൻ്റ് ഉള്ള പച്ചക്കറിയാണെന്നാണ് അറിവ്. പ്രൈസൻ ഇവിടെ ഉള്ള ദിവസമായിരുന്നു, സാറ്റർഡേ ദിവസമായിരുന്നു. അപ്പം പ്രൈസിനെ താഴെ ഒരാൾ വിളിക്കുന്ന കേട്ടോ പ്രൈസൻ എന്ന്. അപ്പം ഞാൻ പറഞ്ഞ് വേണ്ട, കാരണം ഈ ഒരു ഉച്ചയൊക്കെ ആകാറായാലും ഈ പിള്ളേർക്ക് ഇവരൊക്കെ ഇച്ചിരി വെയിലടിച്ചാൽ ഉടനെ നമ്മളില്ല വിടാതിരുന്നേ ഇവർക്ക് ശീലമില്ലല്ലേ. ഞാൻ പറഞ്ഞു പോകണ്ടാന്ന്. അവൻ താഴെ കിടന്ന് വിളിക്കുന്നുണ്ട് പ്രൈസൻ വരുന്നുണ്ടോ, താഴെ വരുന്നുണ്ടോ എന്ന്. അപ്പോൾ ഈ മീനൊക്കെ ഒന്ന് വെട്ടിയെടുക്കട്ടെ. തിങ്കളാഴ്ച എന്നാൽ മീനൊന്ന് പോകണമെന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷേ എനിക്കും അങ്ങ് വയ്യാതായി. കാരണം ഞങ്ങൾ 26, 27 റീച്ചാന് 25 കാനഡ അവിടെയൊക്കെ അവധി ഉണ്ടായിരുന്നു. ആ അവധി ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ 27 സാറ്റർഡേ അന്നും റീച്ചാൻ ജോലി ചെയ്തില്ല. അപ്പോൾ ജോലി ഉണ്ട് പെൻഡിങ്. അതുകൊണ്ട് റീച്ചാൻ പറഞ്ഞ് പോകണ്ടാന്ന്. പക്ഷേ ഞാനും മനസ്സിൽ ചിന്തിച്ച് പോകണ്ടാന്ന്. എനിക്ക് നല്ല ഒരു വയ്യാഴിയായിരുന്നു, അതുകൊണ്ട് പോയില്ല. മീനുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കറിയുണ്ട്, മീൻ കറി ഉണ്ടെങ്കിൽ പിന്നെ വേറൊരു ടെൻഷനില്ല. വേറെ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കിയാൽ മതി, പിള്ളേർക്കാണെങ്കിലും സന്തോഷം. അല്ലാതെ ഈ ഒരു ഇച്ചിരി എരിവ് ടൈപ്പൊന്നും ഇല്ലാതെ ഇപ്പം മോരും തോരനും ഒക്കെ ആണെങ്കിൽ അന്നേരം പൂർണ്ണവും പറയും മമ്മി ഇല്ല മസാലയൊന്നും ഉണ്ടാക്കണേന്ന്, ഇല്ല മുളക് ചാലിച്ചേ മുളകും വെളിച്ചെണ്ണയും വിനാഗിരിയൊക്കെ. അത് എനിക്ക് ഒരു ഇച്ചിരി ഒരു എരിവ് ടൈപ്പുള്ള എന്തെങ്കിലും വേണം. എൻ്റെ ഒരു ചട്ടിയിലേ മീൻ കറി വെക്കുന്നുണ്ട്. പുതിയൊരു ചട്ടിയായിരുന്നു, ഞാനത് എണ്ണയിട്ടാണ് അത് മയക്കിയത്. അതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. കറിയൊക്കെ വെച്ചിട്ട് ലാസ്റ്റിലൊക്കെ ഇച്ചിരി കറി ചാറ് കിടക്കുകയാണെങ്കിൽ എടുക്കുമ്പോൾ ഒരിച്ചിരി ഓയിൽ ടൈപ്പ്, ഓയിലിൻ്റെ ഒരു ടേസ്റ്റ് പോലെ. നമ്മുടെ വെളിച്ചെണ്ണയുടെ അല്ലാതെ എന്താണെന്ന് എനിക്ക് മനസ്സിലാകത്തില്ല. ഇതുപോലായിരുന്നു. ഞാൻ ആമസോണിൽ നിന്ന് 3 ചട്ടികൾ വാങ്ങിച്ചു, വലിയത് ചെറുത് അങ്ങനെ 3 ആ വലിയതുണ്ടല്ലേ, ആദ്യമൊന്നും എനിക്ക് അത്ര അങ്ങോട്ട് പ്രോബ്ലം ഇല്ലായിരുന്നു. പിന്നെ ചട്ടി അങ്ങോട്ട് ചൂടാവുന്നുണ്ടേ അതിൻ്റെ മൂട്ടിൽ നിന്നിങ്ങനെ ഓയിൽ പോലെ ഇറ്റിറ്റിട്ട് വരും.
അത് പിന്നെ ഞാനത് ഇങ്ങനെ ബാൽക്കണി വെച്ച് ഇപ്പം കഴിഞ്ഞ ദിവസം ഞാനെടുത്ത്, കാരണം ബാൽക്കണി വെച്ചത് ഞാൻ മണ്ണെങ്ങാണം ഇട്ട് വല്ല ചെടി എങ്ങാണം ഇടാമെന്നും പറഞ്ഞാൽ വലിയ ചട്ടിയായിരുന്നു. 3 എണ്ണത്തിന് 1000 എത്രങ്ങാണ്ട് രൂപയായിരുന്നു. വെറുതെ പോയത്. നല്ല ഭാരമെല്ലാം ഉണ്ട്. പക്ഷേ ഈ ഒരു അത് കാരണം ഗ്യാസേൽ ഇങ്ങനെ ആ കത്തുന്ന സമയത്ത് ഇങ്ങനെ ഡ്രോപ്പ് വീഴുമ്പോഴേ വെള്ളം വീണാൽ എങ്ങനെ ഇരിക്കും അതുപോലായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ കഴിഞ്ഞ ദിവസം ഞാനെടുത്ത് കച്ചട വന്നുകൊണ്ട് എടുത്ത് കൊടുത്തത്. ബാൽക്കണി ഈ പെയിൻറ്റിങ് ഒക്കെ ചെയ്യുന്നത് കൊണ്ട് അതെടുത്ത് മാറ്റേണ്ടി വന്നു. ഞാൻ ആ ചൊരക്ക കാണിച്ചില്ലേ, നമ്മുടെ ദുതി, അത് ദുതി മാത്രമായിട്ട് തോരൻ വെച്ചാൽ ചപ്പാത്തിക്ക് നല്ലൊരു കൂട്ടാനാണ്. പക്ഷേ അത് തോരൻ വെച്ചാൽ കുറച്ചേ കാണൂ. അതിൻ്റെ അകത്ത് ആ കൂഞ്ഞൊക്കെ എടുത്ത് കളഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. പിഞ്ച് ചിലതാണെങ്കിൽ കൂഞ്ഞെടുത്ത് കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഇവിടങ്ങളിലുള്ളവരൊക്കെ അത് ഇങ്ങനെ പീസാക്കിയിട്ടേ മസാലയൊക്കെ ഇട്ടും കൂട്ടാനുണ്ടാക്കും. അതും നല്ലതാണ്. അപ്പോൾ മീനിൻ്റെ അരപ്പൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. മീൻ പറക്കിയിട്ട് കൊടുക്കാൻ. ചിലത് ഞാൻ പീസാക്കിയില്ല, അതിൻ്റെ തല കളഞ്ഞിട്ട്, തല കളയുമല്ല, ഞാൻ തലയെടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം കൂടെ തലകളെല്ലാം കൂടെ പിന്നെ ഞാൻ ഇല്ല കടുക് വറക്കുന്ന ആ കുഴിയൻ പാത്രം ഉണ്ടല്ലേ, അതിൻ്റെ അകത്ത് ഇച്ചിരി അല്ലാതെ എണ്ണ ഒഴിച്ച് നമ്മൾ ഈ മീൻ വറക്കുന്നത് പോലെ നമ്മുടെ നോൺ സ്റ്റിക്ക് പാനി വെച്ച് വറക്കുവാണെങ്കിൽ അത്ര അങ്ങോട്ട് കൊള്ളത്തില്ല തല. അല്ലാതെ മീൻ കുഴപ്പമില്ല. അപ്പോൾ ഈ തല ഞാൻ വറക്കുമ്പം ആ കുഴിയൻ ഞാൻ കടുക് വറക്കുന്ന ആ ഒരു പാത്രം ഉണ്ടല്ലേ, അതിലൊരു ഇച്ചിരി ഓയിൽ കൂടുതൽ, ഒത്തിരി ഒഴിക്കത്തില്ല. പക്ഷേ ആ കുഴിവനായതുകൊണ്ട് ഇങ്ങനെ കിടക്കും. അതിൽ തന്നെ ഡീപ് ഫ്രൈ ചെയ്തെടുക്കുവാണെങ്കിൽ തല നല്ല എല്ലാം മുരിഞ്ഞിരിക്കുമല്ലേ. അതുകൊണ്ട് അങ്ങനെയല്ല ഞാൻ ഇച്ചിരി എടുത്ത് വെച്ചിട്ടുണ്ട് തലകൾ. ഒന്നുമില്ലാത്തപ്പോൾ എടുത്ത് വറക്കാം. അപ്പം ഞാനിതൊന്ന് വേവിച്ചെടുത്തു. എന്നിട്ട് ഞാൻ ഈ നമ്മൾ പരിപ്പ് ഞാൻ വെക്കുവാണെങ്കിൽ, ഡാലുകറി വെക്കുവാണെങ്കിൽ ഞാൻ തേങ്ങയൊന്നും അരച്ച് ചേർക്കാറില്ല. ഇതാകുമ്പോൾ ഞാൻ ഇച്ചിരി തേങ്ങ അരച്ച് ചേർക്കുന്നുണ്ട്. സെയിം തേങ്ങ, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇച്ചിരി ജീരകം, ഇതെല്ലാം കൂടെ തേങ്ങ ചേർത്താലേ അതിനൊരു ടേസ്റ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇച്ചിരി തേങ്ങയും കൂടെ ചേർത്ത് എന്നിട്ട് ഞാൻ കുക്കറിൽ നിന്ന് അതൊരു ഈ പാത്രത്തിലോട്ടാക്കിയിട്ടുണ്ട്. എന്നിട്ടിത് ഇനി ലാസ്റ്റ് നമുക്ക് ഇതൊന്ന് തിളച്ച് കഴിയുമ്പം നമുക്ക് കടുക് കൂടെ വറുത്തെടുക്കാം. ഞാനിതൊക്കെ ഇങ്ങനെ അടുക്കളയിൽ നിന്ന് എനിക്ക് കഴിഞ്ഞ ദിവസത്തെ ഇല്ലേ ഓർമ്മയുണ്ടല്ലേ, കുരങ്ങ് ഇങ്ങനെ കയറി. അതുകൊണ്ട് ഞാനിപ്പം ഈ ജനലിന് ഒരു പാളി നെറ്റുണ്ട്. അപ്പോൾ അതും ഞാൻ അടച്ചിട്ടിട്ടാണ് ഇരിക്കുന്നത്. അടുക്കളയിൽ നിന്നെ ഒരു സൗണ്ട് നോക്കിക്കോണേ നിങ്ങൾ. വെച്ചിരുന്ന എൻ്റെ വേണ്ട എടാ പിള്ളാരെ, വേണ്ട എൻ്റെ ഗ്രീൻ പീസ് മൊത്തം പറക്കി തിന്നുന്നു. മുറം പോകും ഇപ്പം. നോണ്ട മുറത്തിന് കൈയിട്ട് വരുന്നുണ്ടോ? देखो देखो देखो, बंद करो പിന്നെ മുറം പിടിക്കട്ടെ മാറാം. ഞാനൊരു സൗണ്ട് കേട്ടിട്ട് വന്നതാ. अरे यार ये ले लेगा, ये ले लेगा। अभी क्या करोगे ग्रीन पीस? പോയി ഇനി മുറം താഴെ തട്ടിയിടാം. എല്ലാം പോയി. മുറം തട്ടിയിടാം. മുറം എടുക്കണം. എൻ്റെ പാത്രം കാലിയായി കിട്ടി. വന്ന ഉടനെ ചെറുതും വലുതും അപ്പനും അമ്മയും എല്ലാം കൂടെ വന്നത്. ഞാനാ കണ്ടത്. ഇപ്പം പിന്നെ ഇവന്മാർ ഇവിടെ ഉണ്ടായിരുന്നു. ഇവന്മാരെ കൂടെ വിളിച്ചാൽ എനിക്കറിയാം നിങ്ങൾ ഒന്നീ ഓടിപ്പോവും ഇവിടുത്തെ ബഹളം കൊണ്ട്. പ്രൈസനാ കണ്ടോണം കിടന്ന് സഹിക്കാൻ വയ്യാത്ത ഇത്. എനിക്ക് ജനൽ തുറക്കാനും പറ്റത്തില്ല. ഞാൻ ഈ മീനൊക്കെ വെട്ടിയ പാത്രങ്ങളും എല്ലാം കഴുകിയിട്ട് പാത്രങ്ങളും കൊണ്ട് ബാൽക്കണി വെച്ചേക്കുമോ. എൻ്റെ ഇനി അതെല്ലാം തട്ടിമറിച്ചിടുവോ എന്തോ. അന്നേലും ഞാൻ ഉണങ്ങാൻ വെച്ചിരുന്നത്. ഉണങ്ങാനെന്ന് പറയാൻ മട്ടർ വാങ്ങിച്ചുകൊണ്ട് വന്നതേ,
അതൊരു ഇച്ചിരി ഞാൻ അതിൻ്റെ ഇത്തിരി ഒന്ന് ജോയിൻ്റ് ഇല്ലേ പൂപ്പൽ പോലായി ഒന്ന് രണ്ടെണ്ണം. അപ്പം ഞാൻ അതെടുത്ത് മാറ്റിയിട്ട് ബാക്കിയും കൂടെ അങ്ങ് കഴുകി വെക്കാമെന്ന് പറഞ്ഞ് എൻ്റെ പൊട്ടത്തരത്തിന് ഞാനത് കഴുകി വെച്ചതാണ് ഒന്ന് ഉണങ്ങാനായിട്ട്. അതുകൊണ്ട് എല്ലാം പോയി കിട്ടി, എല്ലാം കൂടെ തറയെ തട്ടിയിട്ട് എനിക്ക് ലാസ്റ്റ് മുറവും തറയിൽ പോയി, ആ ഷെയ്ഡിൽ പോയായിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ തുണികളൊക്കെ താഴെ വീഴുവാണെങ്കിൽ അത് കുത്തിയെടുക്കാൻ വേണ്ടി നമ്മുടെ ഈ അലുമിനിയത്തിൻ്റെ ഹാങ്കർ ഉണ്ടായിരുന്നു, അത് കഴിച്ചാലും അത് വളച്ച് ഒക്കെ അതിൻ്റെ ആ കൊളുത്ത് ആക്കി എനിക്ക് തന്ന് തുണികളൊക്കെ താഴെ പോവാണെങ്കിൽ ആ കൊളുത്തിൽ ഇങ്ങനെ ഇട്ട് എനിക്ക് പിടിക്കാമായിരുന്നു. അപ്പോൾ ഈ മുറത്തിന് ഞാൻ ആ വള്ളി കെട്ടി ഇട്ടതുകൊണ്ട് എനിക്ക് മുറം തൂക്കിയിടാൻ വേണ്ടി ഞാൻ കെട്ടിയതാണ്. ആ വള്ളിക്കകത്ത് കുത്തി അത് എടുക്കാൻ പറ്റി, അല്ലെങ്കിൽ താഴെ അങ്ങ് തട്ടിയിടണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ മുറം പൊട്ടിയൊക്കെ പോകും. അങ്ങനെ എന്തുവാന്നേലും കുരങ്ങന്മാർ സെയിം അതൊക്കെ തിന്നുന്ന കണ്ടാലേ സെയിം മനുഷ്യർ ഇതും ചൊറിയുന്ന കണ്ടില്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേക്ക് ബട്ടൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും, അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ, താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.